ഇനി നമ്മൾ ജെൻസി ട്രെൻഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ജെൻസികളുടെ ഒരു എയിം തന്നെ ഒരു 40 വയസ്സ് വരെ ജോലി ചെയ്തതിനു ശേഷം 40 വയസ്സിൽ റിട്ടയർമെന്റ്, പിന്നെ യാത്ര, നല്ല പുസ്തകങ്ങൾ വായിക്കുക, അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക, പിന്നെ ഒരു ഫ്രീ ലൈഫ് എന്നുള്ളതാണ് അവരുടെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. പലപ്പോഴും ഒരു മുതിർന്ന തലമുറയ്ക്ക് ചിന്തിക്കാൻ പോലും ആകാത്ത ഒരു കാര്യം. ഒരു 15 വർഷം കൊണ്ട് സാമ്പത്തിക സ്വാതന്ത്ര്യം നേടുക എന്നുള്ള ആ ലക്ഷ്യം അത് സാധ്യമാകും. ഒരു 15 വർഷം കൊണ്ട് ഈ പറയുന്നത് പോലെ ഒരു ഫയർ പ്ലാനിലേക്ക് ഇവർ പറയുന്ന 40 വയസ്സിൽ റിട്ടയർ ചെയ്യാൻ. അങ്ങനെയാണെങ്കിൽ എന്ത് നല്ലതായിരിക്കുമെന്ന് ഇപ്പോൾ പുതിയ തലമുറയിൽ 55-60 വയസ്സ് വരെയൊക്കെ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് ജീവിച്ച മനുഷ്യർക്ക് ഒരു ആഗ്രഹം തോന്നാറുണ്ട്. സാധ്യമാണോ? സാധ്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധ്യമാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം 40 വയസ്സ്, അതായത് 25 വയസ്സുള്ള ഒരു വ്യക്തി 40 വയസ്സ്, അതായത് 15 വർഷമാണ് ഇദ്ദേഹം ജോലി ചെയ്യുന്നത്. അതേസമയം ഇപ്പം നോർമൽ സിറ്റുവേഷനിൽ ഇപ്പം നമ്മൾക്ക് ഒരു 85 വയസ്സ് വരെയൊക്കെ നമുക്ക് ജീവിച്ചിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ 15 വർഷം ജോലി ചെയ്തിട്ട് പിന്നെ 40 തൊട്ട് 85 വയസ്സ് വരെ എന്ന് പറഞ്ഞാൽ ഏകദേശം 45 വർഷവും കൂടി ജീവിക്കാനുള്ള തുക നമ്മൾ കണ്ടെത്തണം. എന്നാൽ മാത്രമേ നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഈ ഒരു ടൈമിൽ നിങ്ങൾ ഇപ്പോൾ ഈ പറഞ്ഞ പോലെയുള്ള ആ ഒരു കാര്യം നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഇത് കണ്ടെത്തില്ലെങ്കിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം ഞാൻ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ എനിക്ക് ബാംഗ്ലൂരിൽ നിന്ന് കൊച്ചിക്ക് എത്തണം. ഞാൻ പെട്രോൾ എത്ര ഉണ്ടെന്നൊന്നും നോക്കാതെ ഞാൻ കാറിൽ കയറി വണ്ടി ഓടിച്ച് പൈസ ഒന്നും എടുത്തിട്ടുമില്ല, ഒന്നും ചെയ്തിട്ടുമില്ല. ഇപ്പോൾ ഇടയ്ക്ക് വെച്ച് പകുതി ദൂരം എത്തിയപ്പോഴേക്കും കാറ് നിന്നുപോയി, പെട്രോൾ ഇല്ലാതെ നിന്നുപോയി. അങ്ങനത്തെ അവസ്ഥ വരും. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥ വരാതിരിക്കണമെങ്കിൽ നമ്മൾ ഏറ്റവും മിനിമമാണ് ഞാൻ പറയുന്നത്. ആ സമയത്ത് ഇവർ റിട്ടയർഡ് ആകുന്ന സമയത്ത് അവർക്ക് ഒരു മന്ത്ലി എക്സ്പെൻസ് എത്രയുണ്ടോ അതിൻ്റെ ഇപ്പോൾ ഒരു ആനുവലൈസ്ഡ് ആക്കി മാറ്റിയതിന് ശേഷം അതിൻ്റെ ഒരു 50 മടങ്ങ് തുകയെങ്കിലും സമ്പാദ്യം വേണം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 1 ലക്ഷം രൂപ ആ സമയത്ത് ചിലവുണ്ടെന്ന് വിചാരിച്ചോ. അപ്പോൾ ഇൻറ്റു 12 എന്ന് പറയുമ്പോൾ 12 ഇൻറ്റു 50 എന്ന് പറയുമ്പോൾ 6 കോടി രൂപ. അതായത് ആ സമയത്ത് 1 ലക്ഷം രൂപ ചിലവുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഏറ്റവും ചുരുങ്ങിയത് ഒരു 6 കോടി രൂപയുടെയെങ്കിലും നിക്ഷേപം കണ്ടെത്താൻ സാധിക്കണമെങ്കിൽ അദ്ദേഹത്തിനെ സംബന്ധിച്ച് ആ ഒരു ടൈമിൽ റിട്ടയർഡ് ആവുന്നതിനെ കുറിച്ച് ചിന്തിക്കാം. എന്നാൽ അതിൽ കുറവാണെങ്കിൽ ആ ഒരു ലെവലിലേക്ക് എത്തുന്നത് വരെ വീണ്ടും അവരെന്തെങ്കിലും ജോലി ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഇടയ്ക്ക് വെച്ച് അവർക്ക് ഈ പരിപാടി വലിയൊരു കഷ്ടത്തിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്.